നമസ്കാരം. ആലുവയിൽ ആ കുട്ടിയെ പീഡിപ്പിച്ചവൻ്റെ കാര്യം ഒരുക്കുമ്പോഴേ സഹിക്കാൻ പറ്റുന്നില്ല. അവൻ എന്ത് ശിക്ഷയായിരിക്കും ഈ കോടതി കൊടുക്കാൻ പോകുന്നത്? എന്ത് ശിക്ഷയാണ് കൊടുക്കാൻ പോകുന്നത്? ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ അവനെ അങ്ങ് തട്ടാം. എന്നെ കോടതി അങ്ങ് ഈ തൂക്കിക്കൊല്ലാൻ വിധിക്കും. അത്രയും സഹിക്കാൻ പറ്റുന്നില്ല. എന്താ പറയുക, സ്വന്തം അച്ഛൻ്റെ സഹോദരൻ ഒരു കുട്ടിയോട് കാണിച്ച കൊടും ക്രൂരത. ഇതുപോലെ എത്ര കേസുകൾ ഇതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ എതിരെ എന്ത് ശിക്ഷയാണ് ഈ കോടതി കൊടുത്തിട്ടുള്ളത്? ഈ ഒരുത്തൻ ആറാട്ടണ എന്ന് പറയുന്ന ഒരുത്തൻ ഈ ജയിലിൽ കിടന്നിട്ട് തിരിച്ചു വന്നിട്ട് അവൻ പറഞ്ഞു, അവൻ്റെ ജയിൽ റിവ്യൂ പറഞ്ഞാണ്, ജയിലിൽ 3 നേരം നല്ല കിടിലൻ ഭക്ഷണം കിട്ടും, മട്ടൻ കിട്ടും, ചിക്കൻ കിട്ടും, ബീഫ് കിട്ടും, എല്ലാം കിട്ടും ജയിലിൽ. അവൻ പറഞ്ഞാണ്. അപ്പോൾ ഇവനെ പോലുള്ളവരെ തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കാത്തതുകൊണ്ടാണ് ജയിലിൽ കിടന്നാൽ സുഖമായിട്ട് 3 നേരം ആഹാരം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുക എന്നുള്ള ഒരു ധാരണ. എനിക്ക് ഈ പ്രായത്തിലുള്ള മക്കളുണ്ട്, അതുകൊണ്ടാണ് ഇത്ര രൂക്ഷമായിട്ട് പ്രതികരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, ഞാൻ അവനെ തൊട്ടാം. എനിക്ക് ശിക്ഷ തന്നാൽ ഞാൻ എന്നെ ജീവപര്യന്തം ജയിലിലാക്കിയോ, എനിക്ക് ഒരു കുഴപ്പമില്ല ഈ ഒരു കേസിൽ. അത്രയ്ക്ക് ക്രൂരനാണ് അവൻ. ആരെയും വിശ്വസിക്കരുത്. സ്വന്തം സഹോദരനെയോ സഹോദരിയോ ആരെയും വിശ്വസിക്കരുത്. പിള്ളേരുടെ കാര്യത്തിൽ പിള്ളേരെ നോക്കേണ്ടത് സ്വന്തം അമ്മയാണ്. അമ്മമാരുടെ കരങ്ങളിൽ മാത്രമാണ് പിള്ളേർക്ക് സുരക്ഷ. ആ അമ്മ മോശക്കാരിയായപ്പോൾ തീർന്നു. എന്ത് ചെയ്യാൻ പറ്റും? അമ്മ മോശക്കാരിയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിള്ളേരുടെ ഏറ്റവും വലിയ സുരക്ഷ എന്ന് വെച്ചാൽ പിള്ളേരെ വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നത് അമ്മയാണ്. അമ്മയുടെ കരങ്ങളിൽ മാത്രമാണ് കുട്ടികൾ ഏറ്റവും വലിയ സുരക്ഷ. സ്വന്തം അച്ഛൻ്റെ കൈ പോലും അല്ല. ആരെയും വിശ്വസിക്കാൻ പാടില്ല. സ്വന്തം അമ്മമാരെ മാത്രം വിശ്വസിക്കുക, വേറെ ആരെയും വിശ്വസിക്കാൻ പാടില്ല. അമ്മമാർ മോശമായി കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യം പോക്കാണ്. ഇവനെ പോലുള്ളവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം. ഇവരെ കൊണ്ട് ജയിലിൽ കൊണ്ടിട്ട് തീറ്റിപ്പോറ്റിയിട്ട് വീണ്ടും പരോൾ കൊടുത്തിട്ട് വീണ്ടും കുട്ടികളെ, ഞാൻ പറയുന്നില്ല, ഇതിൻ്റെ ചില ഇത് വരും, രജിസ്ട്രേഷൻ വരും, അങ്ങനെ പറയാണ്. കൊടും ക്രൂരത.